നോയിഡയിലെ തൊഴിലാളി സമരത്തിൽ അന്യായമായി അറസ്റ്റിലായ തൊഴിലാളികൾ സാമ്പത്തിക ചൂഷണവും നീതി നിഷേധവും നേരിട്ടുവെന്ന് നിർണായകമായ വെളിപ്പെടുത്തൽ. 400ഓളം വരുന്ന കുട്ടികളും സ്ത്രീകളും അന്യായമായി പോലീസ് കസ്റ്റഡിയിലെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഡീഷണൽ സെക്രട്ടറി സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. കുടുംബത്തോടുകൂടി തൊഴിലാളികളെ വേട്ടയാടി തൊഴിൽ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടന്നുവെന്നും തൊഴിലാളികൾക്ക് നിയമസഹായം നൽകാൻ ചെന്ന അഭിഭാഷകരെ പോലും ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. നോയിഡ തൊഴിലാളി സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ 1000ഓളം തൊഴിലാളികളാണ് ഇപ്പോൾ നോയിഡയിലെ കാസ്ന ജയിലിൽ ഉള്ളത് എന്നാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ വസ്തുതാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അഭിഭാഷകനായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കും. ഈ സമരത്തെ സംബന്ധിച്ച് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസ് നടപടി ഏറ്റവും ബ്രൂട്ടാലിറ്റി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാക്ട് ഫൈൻഡിങ് ടീം അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് ഏതാണ്ട് 300-400ഓളം വരുന്ന കുട്ടികൾ, 18 വയസ്സ് പൂർത്തിയാകാത്ത ജുവനൈൽ എന്ന് പറയാവുന്ന ആളുകൾ, അവരെ പോലീസ് വിവിധ മേഖലകൾക്കകത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ വ്യാപകമായി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ സമരത്തിനകത്ത് പങ്കെടുക്കാത്ത, അതല്ലെങ്കിൽ സമരത്തിൽ വളരെ സമാധാനപരമായി പങ്കെടുത്തിരുന്ന ചില മേഖലകൾക്കകത്ത് അക്രമം ഉണ്ടായി, ചില ആളുകൾ അത്തരത്തിലുള്ള ചില നടപടിയിലേക്ക് കടന്നുവെങ്കിൽ പോലും ഭൂരിഭാഗം വരുന്നത് ഒരു 95% വരുന്ന തൊഴിലാളികളും ഇത്തരത്തിലുള്ള അക്രമങ്ങളൊന്നും പങ്കെടുക്കാത്ത ആളുകളാണ്. പക്ഷേ അവരെ കൃത്യമായി സമരത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ സമരത്തിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം എടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും, എന്നാൽ യാതൊരു തരത്തിലുള്ള ഇവിടെ അറസ്റ്റ് മെമ്മോ നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല, FIR നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ദിവസങ്ങളോളം ഇവരെ ഇത്തരത്തിൽ അനധികൃതമായി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ യാതൊരു വിവരവും നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ വേട്ടയാടി, കുടുംബത്തോടു കൂടി ഈ തൊഴിലാളികളെ വേട്ടയാടിക്കൊണ്ട് ഒരു തൊഴിലാളി സമരത്തെ ഇല്ലാതാക്കാം എന്നുള്ളൊരു ധാരണയിലേക്കാണ് ഉത്തർപ്രദേശ് സർക്കാർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിനാവശ്യമായിട്ടുള്ള നിയമസഹായം നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ ലോയേഴ്സ് യൂണിയൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ അവിടെ ചെന്ന അഭിഭാഷകരെല്ലാം കബളിപ്പിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ്. സ്വാഭാവികമായും ഞങ്ങൾ അഭിഭാഷക സംഘം അവിടെ ചെല്ലുന്ന സമയത്ത് പോലും അഭിഭാഷകർക്ക് പോലും ഇവരെ കാണാൻ വേണ്ടി, സ്വാഭാവികമായും ഒരു കൊലപാതക കേസിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് തൻ്റെ അഭിഭാഷകനെ കാണാനും നിയമസഹായം തേടാനുമൊക്കെ അവസരമുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പാർപ്പിച്ചിരിക്കുന്ന തൊഴിലാളികളെ അവരെ കാണാൻ വേണ്ടി പോലീസ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നിയമസഹായം നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഏതൊരു വ്യക്തിയും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അവനെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അവരെ ഹാജരാക്കുന്നില്ല, ദിവസങ്ങളോളം ആഴ്ചകളോളം അവരെ ഹാജരാക്കുന്നില്ല. അവർക്ക് ആവശ്യമായ നിയമസഹായം നൽകാൻ വേണ്ടി ചെല്ലുന്ന അഭിഭാഷകരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം, നിങ്ങൾ ഈ പറയുന്ന വിവിധ സംഘടനകളുടെ അർബൻ നക്സലുകളാണെന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏജന്റുമാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തുന്ന രീതിയിലേക്കുള്ള ഇത്തരം ബ്രാൻഡിങ് ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന സാഹചര്യം. ഇത്തരത്തിൽ വളരെ അഭിഭാഷകർക്ക് നേരെ പോലും, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾക്ക് നേരെ, വിവിധ സംഘടനകൾ, NGOകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള അട്രോസിറ്റി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനെ ഒരു സാമ്പത്തികമായി പോലീസ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചു. ഈ ആയിരക്കണക്കിന് തൊഴിലാളികൾ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അനധികൃതമായി തടവിൽ പാർപ്പിക്കപ്പെടുന്നു. ഇവരുടെ കുടുംബങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് ഇവരെ വിട്ടയക്കാൻ വേണ്ടി പോലീസ് നിർബന്ധിതമാക്കുന്നു. അപ്പോൾ വിട്ടയക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് ആദ്യം വരണമെങ്കിൽ നിങ്ങൾ പണം തരണമെന്ന്, അങ്ങനെ 5000-ഉം 10,000-ഉം ഒക്കെ നൽകി ഈ തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ പണം നൽകി അവർ മോചനം നേരത്തെയാക്കാൻ വേണ്ടി പോലീസ് ഇതിനെ ഒരു സാമ്പത്തിക ഉപാധിയാക്കി മാറ്റുന്നൊരു കാഴ്ചയും ഞങ്ങൾ കണ്ടു. അങ്ങനെ പണം നൽകി ലിസ്റ്റിൽ നേരത്തെ ഉൾപ്പെട്ട് മോചിതരായ നിരവധി ആളുകളെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം നടക്കുന്നു, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഉത്തർപ്രദേശ് പോലീസും ഉത്തർപ്രദേശ് സർക്കാരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്താൻ വേണ്ടി തന്നെയാണ് ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഗോപി കരുവള്ളൂരിനോടൊപ്പം ഫെമിന സിയൻ, കൈരളി ന്യൂസ്.